അതിൻ്റെ തിരക്കഥ എന്നുള്ള കാര്യത്തിന് ഇത്രയും ഏറ്റവും കുറവ് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും. നമുക്ക് ഒരു ക്യാരക്ടർ ആണ് ഒരു തിരക്കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കഥാപാത്രം എങ്ങനെയുള്ള കഥാപാത്രമായിരിക്കണം? 3 തരത്തിലുള്ള വികാരങ്ങൾ പ്രേക്ഷകന്റെ മനസ്സിൽ ജനിപ്പിക്കണം. ഒരാളെ ഇത്രയും സാഹസികമായ ഒരു സ്ത്രീയെ അവരുടെ മകൾ മരിക്കുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അങ്ങനെ നമ്മളൊരു ഹോസ്പിറ്റലാക്കിയാൽ 2 പയ്യന്മാർ അവരെ അവിടെ ഹോസ്പിറ്റലാക്കി തിരിച്ചും വരും, എന്നിട്ട് നാട് വിട്ടു പോകും. പ്രത്യേകിച്ച് അതുപോലുള്ളൊരു മാനസികമായ സന്നദ്ധതയുള്ള ഒരു പയ്യനങ്ങനെ ചെയ്യും, ഒരു കുട്ടി ചെയ്യും. കാര്യം അത് അവിടെ ചെന്ന് ആ കുട്ടിയെ അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പോയി കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ ഫ്ലാറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്ന മുതൽ അവസാനം വരെ ആ ക്യാരക്ടർ ഒരേ ഒരു സ്വഭാവമുള്ളൂ. അപ്പോൾ റൗണ്ട് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ തലമുറ, ഇന്നത്തെ ജെൻസി എന്നൊക്കെ പറയുന്ന തലമുറ, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള, എൻ്റെ ഒന്നും പറയാൻ എനിക്കറിയില്ല, അവരൊക്കെ മലയാറ്റൂർ രാമകൃഷ്ണനെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ തലമുറയൊക്കെ അദ്ദേഹത്തെ വായിച്ചിട്ടുള്ള പോലെയൊന്നും ഇപ്പോഴത്തെ തലമുറ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എത്രമാത്രം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് 1970 താമസിക്കാൻ വരുമ്പോൾ ഞങ്ങൾ കുടുംബസമേതം സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, പിന്നെ എല്ലാ മാസവും കാർത്തികനാൾ തിയേറ്ററിലും ടാഗോർ തിയേറ്ററിലും സെനറ്റ് ഹാളിലും നടക്കുന്ന നാടക അവതരണങ്ങൾ, ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ നാടക അവതരണങ്ങൾ കാണാനാണ്. അന്ന് അത് കാണാൻ വരുന്ന 2 കുടുംബങ്ങൾ, ഞങ്ങളെപ്പോലെ ഒരു സ്ഥിരമായി വരുന്ന 2 കുടുംബങ്ങളെ അന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് TN ഗോപിനാഥൻ നായരുടെ പിന്നെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ അന്തരിച്ചു പോയ, അന്ന് വളരെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിട പറഞ്ഞ സൗദാമിനി മിനി എന്ന് പറയുന്ന, എൻ്റെ മിനി എന്നുള്ള TNൻ്റെ പുസ്തകം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രൻ രവി വള്ളത്തോളുമാണ്. രണ്ടാമത്തെ ഒരു കുടുംബം എന്ന് പറയുന്നത് ശ്രീ വേണി രാമകൃഷ്ണനും മക്കളുമാണ്. അപ്പം അങ്ങനെ ഈ ഞങ്ങളുടെ 2 കുടുംബങ്ങളും പോയ ഒരു നാടകത്തിൽ വെച്ച് ഒരു കഥ ഇവിടെ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ എക്സിബിഷൻ, എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഒരു കാലത്ത് നടന്നു വന്നിരുന്ന എക്സിബിഷനിൽ വെച്ച് രാമരാജ്യം എന്നൊരു നാടകം, കല്ലട വാസുദേവൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തനായ കല്ലട വാസുദേവൻ്റെ രാമരാജ്യം എന്നുള്ള നാടകം അവിടെ കളിക്കുന്നു. ഞങ്ങൾ പോയി, അമ്മ വന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയി, ഞങ്ങളൊരു 3 കുട്ടികളൊക്കെ പോയി കണ്ടപ്പോൾ അതിനകത്തൊരു നടൻ ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചായിട്ട് ഞങ്ങൾക്ക് തോന്നി. വളരെ നാച്ചുറലായിട്ട്, നാടകത്തിൻ്റേതല്ലാത്ത രീതിയിൽ ഒരു അഭിനയം കാഴ്ചവെച്ചു. അപ്പോൾ അത് വീട്ടിൽ വന്ന് ഞങ്ങൾ അമ്മയോട് പറയുകയും ചെയ്തു, ഇങ്ങനൊരു നടനുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അഭിനയിച്ചെന്നൊക്കെ പറയുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വാർത്ത കണ്ടു. പിന്നെ അന്ന് ആ നാടകം കണ്ട മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഭാര്യ ഈ നടനെ മലയാറ്റൂർ രാമകൃഷ്ണൻ തിരക്കഥ എഴുതിയ പുതിയ സിനിമയിലേക്ക് പിന്നെ ശുപാർശ ചെയ്തു. ഗായത്രി എന്നുള്ള ചിത്രത്തിൽ ദിനേശ് എന്നുള്ള പേരിൽ പ്രത്യക്ഷപ്പെട്ട MG സോമൻ. അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു നോവൽ, ശ്യാമപ്രസാദിൻ്റെ അടുത്ത സ്നേഹിതനായ ശ്യാമപ്രസാദ് ഒരു സിനിമയാക്കാൻ വേണ്ടി പല കൃതികൾ, അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ദൂരദർശനിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള വിഖ്യാതമായ ടെലിഫിലിമൊക്കെ എടുത്ത് അദ്ദേഹം ദൂരദർശനോട് വിട പറഞ്ഞ സമയത്ത് ഞങ്ങൾ മിക്കവാറും സാഹിത്യകൃതികളെയാണ് നോക്കിയത്. അപ്പോൾ പല സാഹിത്യകൃതികൾ വന്നപ്പോൾ ഞാനൊരു അഭിപ്രായം ശ്യാമിനോട് പറഞ്ഞു. അത് മലയാറ്റൂരിൻ്റെ അധികം ആരും പിന്നെ ഓർക്കാത്തതെന്ന് ഞാൻ പറയില്ല, പക്ഷേ പലപ്പോഴും സിനിമയാകാൻ ഒരുപാട് സാധ്യതകളുണ്ടെങ്കിൽ പോലും അതിന് ആരും ശ്രമിക്കാത്ത ഒരു നോവലുണ്ട്, അതൊന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 5 സെൻറ്റ് എന്നുള്ള നോവലിൽ എത്തി. 5 സെൻറ്റ് പിന്നെ അത് സിനിമയാക്കാം. അത് വായിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് ഒരൊറ്റ പ്രശ്നമുള്ള ഒരു പീരിയഡ് ഫിലിമാണ്. നമുക്ക് അറിയാം, അത് വായിച്ചിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന സാഹിത്യ ആസ്വാദകരുണ്ടെങ്കിൽ അറിയാം. അത് പൊന്നറ ശ്രീധർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതത്തിനെ ആണ് മലയാറ്റൂർ ഏതാണ്ട് ബേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മാധവൻപിള്ളയുടെ ക്യാരക്ടർ, മാധവൻപിള്ള, അതുപോലെ രാമേട്ടൻ എന്ന് പറയുന്ന മാധവൻപിള്ളയുടെ സഹായിയായ ഒരു പിന്നെ വ്യക്തിയുണ്ട്. വാസ്തവത്തിൽ രാമേട്ടൻ്റെ കഥയാണത്, പക്ഷെ മാധവൻപിള്ളയുടെ ജീവിത ചിത്രീകരണമാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ശ്യാമിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശ്യാം ഇവിടെ വന്ന് മലയാറ്റൂരോട് സംസാരിക്കുകയും അദ്ദേഹം അത് പൂർണ്ണ സമ്മതം കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ അത് തിരക്കഥയായി കൺസീവ് ചെയ്യാനുള്ള പലരും, വേറെ ആരൊക്കെയോ അതിൻ്റെ തിരക്കഥ എഴുതാൻ ശ്രമിക്കുകയും അത് അതിൻ്റെ നായക നടൻ, അന്നത്തെ സൂപ്പർ സ്റ്റാറാണ് നായകനായിട്ട് അഭിനയിക്കാൻ കരാറായത്. ഞാൻ വരുന്ന പറയാം, അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ പ്രാധാന്യം മാധവൻപിള്ളയായിട്ട് അദ്ദേഹം അഭിനയിച്ചാൽ ശരിയാവുമോ, അതോ രാമേട്ടനായിട്ട് അഭിനയിച്ചാൽ ശരിയാവുമോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ കൺഫ്യൂഷൻ വന്ന് അവസാനം അത് നടക്കാതെ. അതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ആ നോവലിൻ്റെ അവശേഷിച്ച ഒരു പ്രതി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അത് റീപ്രിന്റ് ചെയ്തിട്ടില്ല. ആ പ്രതി എൻ്റെ അടുത്ത് ശ്യാം കൊണ്ടുപോയിട്ട് ഈ നായകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊണ്ടു കൊടുക്കുകയും പിന്നെ ആ നോവൽ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ദുര്യോഗം. പക്ഷേ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ജന്മത്തിൻ്റെ ഒരു ബുക്ക് സ്റ്റോളിൽ പോയി പഴയ പുസ്തകങ്ങൾ തിരയുന്ന കൂട്ടത്തിൽ അവിടെ 5 സെൻറ്റ് 5 സെൻസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞ്
ഇംഗ്ലീഷിൽ പെൻഗ്വിൻ ഇറക്കിയ പുസ്തകം ഇരിക്കുന്നു. അത് വിവർത്തനം ചെയ്ത്, എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്, അത് മലയാറ്റൂരിൻ്റെ മകനാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഇംഗ്ലീഷ് പരിഭാഷ. ആ പുസ്തകത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചപ്പോൾ ആരും എഴുതി കണ്ടുമില്ല. അതാണ് അതിൻ്റെ ഒരു ഒരു കഷ്ടകാലം. അപ്പോൾ അതാണ് അതിൻ്റെ ഇപ്പോൾ അവശേഷിക്കുന്ന മലയാറ്റൂരിൻ്റെ പുസ്തകങ്ങളിൽ റീപ്രിൻ്റ് ചെയ്യേണ്ടതായ ഒരു പുസ്തകമാണ് ഈ 5 സെന്റ് എന്നുള്ള പുസ്തകം. അത്രയധികം ഒരു ഹിസ്റ്റോറിക്കൽ, അതിനകത്ത് പൊന്നറ ശ്രീധരൻ്റെ ഛായയുള്ള കഥാപാത്രം മാത്രമല്ല, പട്ടംതാണു പിള്ളയുടെ നേർരൂപമായ ഒരു കഥാപാത്രമുണ്ട്. പി കെ വാസുദേവൻ നായർ വരുന്നുണ്ട്, പി ഗോവിന്ദപിള്ള വരുന്നുണ്ട്, കെ ബാലകൃഷ്ണൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്തെ രാഷ്ട്രീയ കേരളത്തിൻ്റെ നിറപ്പ് കിട്ടാറുന്ന എല്ലാ കഥാപാത്രങ്ങളും വരുന്ന ഒരു നോവലാണത്. 1968 പുറത്തിറങ്ങിയ കൊല്ലം ജനറൽ പിക്ചേഴ്സ് പുറത്തിറക്കിയ ലക്ഷപ്രഭുവാണ് അദ്ദേഹത്തിൻ്റെ ആധികാരികമായ രേഖകളിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥയായിട്ട് വരുന്നത്. ചെമ്പരത്തി, ചായം, അങ്ങനെ. അദ്ദേഹം തിരക്കഥ എഴുതിയാണ് ചെമ്പരത്തി, ചായം, ഗായത്രി. അദ്ദേഹത്തിൻ്റെ കഥയെ ബേസ് ചെയ്തിട്ട് എഴുതിയതാണ് യക്ഷി, തോപ്പിൽ ഭാസി എഴുതിയ തിരക്കഥ. പിന്നീട് വന്ന പൊന്നി, ഇങ്ങനെയുള്ള കഥകളൊക്കെ. പക്ഷെ അദ്ദേഹം നേരിട്ട് തിരക്കഥ എഴുതിയ 3 ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും, പക്ഷേ 4 ചിത്രങ്ങളാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ഒരു തിരക്കഥ എഴുതി, അയ്യറിൻ്റെ ഗ്രേറ്റ് ഉണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട്, സർവീസ് സ്റ്റോറിയിലുണ്ട്. അതിനകത്ത് എൻ്റെ അച്ഛൻ അതിനകത്തൊരു പങ്കാളിയായതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഓർമ്മിച്ച് പറയുന്നത്. കാര്യം 1967-68 കാലത്ത് അദ്ദേഹം കൊച്ചിയിലെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൻ്റെ MD-യും ചെയർമാനുമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ രൂക്ഷമായ ഒരു അഭിപ്രായ വ്യത്യാസം അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KR ഗൗരിയായിട്ട് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ ആ ഒരു അഭിപ്രായ ഭിന്നതയെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് KR ഗൗരിയുടെ ഭർത്താവ് TV തോമസുമായിട്ടുള്ള മലയാറ്റൂരിൻ്റെ അടുപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ വളരെയധികം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഹോണ്ടിങ്ങും ഹണ്ടിങ്ങുമാണ്, വേട്ടയാടുകയും ചെയ്തു. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം രാജിവെക്കാൻ തിരികുകയും, ഇന്നത്തെ ചില AS ഓഫീസർമാർ കാണിക്കുന്ന മാതിരിയുള്ള കോമാളിത്തരമൊന്നുമല്ല, അദ്ദേഹം തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട്, അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്ന റിപ്പോർട്ട് അദ്ദേഹം ഗവൺമെൻറ് റിലീസ് ചെയ്യാൻ തയ്യാറാകാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ റിലീസ് ചെയ്യാൻ തയ്യാറെടുത്തപ്പോൾ അദ്ദേഹത്തെ ശ്രീകണ്ഠൻ നായർ RSP നേതാവ് ശ്രീകണ്ഠൻ നായർ വന്ന് വിലക്കുകയും TV തോമസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, രാമകൃഷ്ണൻ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് TV അത് റിലീസ് ചെയ്യുകയും ചെയ്തു. ആ ഒരു ഭയങ്കര, ആ കാലത്ത് അദ്ദേഹം പേരെടുത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അധ്യായം തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരിൽ ഒരാൾ, ആത്മാർത്ഥമായി അദ്ദേഹത്തെ പിന്തുണച്ച ഒരാൾ കേരള സുരത്തിൻ്റെ പത്രാധിപർ KS ചന്ദ്രനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതല്ല, ആ സമയത്ത് അദ്ദേഹത്തിനോട് ജനറൽ പിക്ചേഴ്സ് B ഭാസ്കരൻ സംവിധാനം ചെയ്യുന്ന അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്നുള്ള സിനിമയ്ക്ക് ശേഷം ജനറൽ പിക്ചേഴ്സ് എടുക്കുന്ന അടുത്ത ചിത്രത്തിന് വേണ്ടിയിട്ട് മലയാറ്റൂരിൻ്റെ കഥ, അപ്പോൾ മലയാറ്റൂരിനോട് B ഭാസ്കരൻ്റെ ഒരു കഥ തിരക്കഥ എഴുതണമെന്ന് പറയുന്നു. മലയാറ്റൂർ അങ്ങനെ ഒരു തിരക്കഥ എഴുതുന്ന ഒരു നാട്ടിൻപുറത്തെ ഒരു കൃഷിക്കാരനായ ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നു രാമക്കുറുപ്പെന്നോ കണ്ടാണ് പേര്, രാവുണ്ണിക്കുറുപ്പെന്നോ കണ്ടാണ്. ഇദ്ദേഹം ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ അന്നത്തെ ഒരു പാർട്ടിയിൽ ചേരുകയും, ഈ പാർട്ടിക്ക് ഇന്നത്തെ പോലെ CMP KMP എന്നൊന്നും ഇല്ല, തക്കാളി പാർട്ടി എന്നൊക്കെയാണ്. ആ പാർട്ടിയിൽ ചേരുകയും ആ ഇലക്ഷന് മത്സരിച്ച് ജയിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി തീർന്നിട്ട് അദ്ദേഹം കാണിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ്. പേരും മുഖ്യമന്ത്രി തന്നെയാണ് തിരക്കഥ. ആ തിരക്കഥ ഭാസ്കരൻ മാഷിന് ഒരു സംശയം തോന്നി. അദ്ദേഹം ഇത്രയും വർഷക്കാലത്തെ സിനിമയുടെ അനുഭവ സമ്പന്നതയും പരിചയ സമ്പന്നതയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് മലയാറ്റൂരിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സെൻസർ ബോർഡിൻ്റെ ഒരു പ്രീ സെൻസറിങ്ങിന് ആ തിരക്കഥ സമർപ്പിച്ചു. അവരത് നിരാകരിച്ചു, തിരക്കഥയ്ക്ക് അപ്രൂവൽ കൊടുത്തില്ല. അങ്ങനെ ആദ്യത്തെ തിരക്കഥ ഏതാണ്ട് അലസിപ്പോയപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനത് വാങ്ങി കേരള ശബ്ദത്തിൽ അത് സീരിയലൈസ് ചെയ്തു മുഖ്യമന്ത്രി. അതാണ് മലയാറ്റൂരിൻ്റെ ആദ്യത്തെ തിരക്കഥ. അന്ന് ഈ തിരക്കഥകൾ വാരികകളിൽ വരുന്ന അപൂർവമാണ്. ഞാൻ ഇത് സിനിമയോട് എനിക്ക് ആദ്യം സിനിമ കാണുന്നതിനോടൊപ്പം തന്നെ ഇഷ്ടം തോന്നിയ ഒരു മാധ്യമമാണ് തിരക്കഥ. കാര്യം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്വേഷണം, വയലാർ രാമവർമ്മ പത്രാധിപരായ അന്വേഷണം എന്നുള്ള ഡൽഹിയിൽ നിന്നിറങ്ങുന്ന മദ്രാസിൽ നിന്നിറങ്ങുന്ന പ്രസിദ്ധീകരണത്തിൽ SL പുരത്തിൻ്റെ അഗ്നിപുത്രിയുടെ തിരക്കഥ വരുന്നു. സിനിരമായടയ്ക്ക് ആരംഭിച്ച സിനിരമയിൽ SL പുരത്തിൻ്റെ തന്നെ ജലകന്യക വരുന്നു. അതിൻ്റെ കൂടെയാണ് കേരളശബ്ദം ഈ മുഖ്യമന്ത്രി എന്നുള്ള തിരക്കഥ. അപ്പോൾ അത് കേരളശബ്ദത്തിൽ വരികയും കൂടെ ചെയ്തതോടെ അതിൻ്റെ രാഷ്ട്രീയ മാനം ഭയങ്കരമായി. അത് തീർച്ചയായിട്ടും അന്ന് ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടി, മുഖ്യമന്ത്രിക്ക് അതൊന്നും ബാധിക്കുന്ന ആളായിരുന്നില്ല EMS നമ്പൂതിരിപ്പാട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അത് വലിയൊരു ചർച്ചയാകുകയും ഒക്കെ ചെയ്ത് മലയാറ്റൂരിനെതിരെയുള്ള നടപടികൾ ഊർജിതമാക്കാനുള്ള ഒരു വലിയ കാര്യവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ക്ലാസ്മേറ്റായ ഒരുമിച്ച് അദ്ദേഹത്തെ കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുവന്ന ഒരാൾ എന്ന് പറയുന്ന പി ഗോവിന്ദപിള്ള തന്നെ MLA ആയി ഈ നിയമസഭയിൽ ഇത് ഇഷ്യൂ ആക്കുകയും ചെയ്തു.
ഇങ്ങനെയുള്ള ചില അന്തർനാടകങ്ങളൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു വന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആദ്യത്തെ തിരക്കഥ നമ്മൾ ആരും വിചാരിക്കുന്നത് ലക്ഷപ്രഭു. പക്ഷേ അതിൻ്റെ ഒരു മിടുക്കതാണ് ഒരു 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 മലയാറ്റൂർ എന്നുള്ള എഴുത്തുകാരൻ്റെ മിടുക്കെന്ന് പറയുന്നത് മുഖ്യമന്ത്രി എന്നുള്ള കഥ സിനിമയാവില്ല, തിരക്കഥ സിനിമയാവില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അപ്പം തന്നെ അതിനെ അതേ കഥാപാത്രങ്ങളെ വെച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ കഥയാണ് പിന്നെ ലക്ഷപ്രഭു. മുഖ്യമന്ത്രിയാകാൻ ആയിട്ട് വിചാരിച്ച അടൂർ ഭാസി അതിനകത്ത് ഒരു പാവപ്പെട്ട ഒരാൾ ഒരു പിന്നെ പെട്ടി കിട്ടി ഒരു ലക്ഷപ്രഭുവായി മാറുന്നു. അതിനകത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് അഭിനയിക്കാൻ വെച്ചിരുന്ന ഷീല അതിനകത്തും മകളാകുന്നു. ഷീലയുടെ കാമുകനായിട്ടുള്ള പ്രേംനസീർ ഇതിനകത്തും ലക്ഷപ്രഭുവിലും കാമുകനാകുന്നു. കഥാപാത്രങ്ങളുടെ പേരിലൊന്നും മാറ്റമില്ല. കുറുപ്പ്, രാധ, രാജൻ എന്നൊക്കെയാണ് ആ പേരുകൾ. അപ്പം ഇങ്ങനൊരു കഥ മലയാറ്റൂരിൻ്റെ ഇതായ ഒരു കഥയുണ്ട്. എന്താണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ ഇന്നത്തെ സിനിമകൾ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ, തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. കാണുമ്പോൾ OTT വരുമ്പോൾ ചിലപ്പോൾ കാണും. എൻ്റെ മകൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായി ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായ സംഘടനം ഉണ്ടാകുന്നുണ്ട്. കാര്യം അവൻ പറയുന്നത് മലയാള സിനിമയെ രക്ഷിക്കാൻ നമ്മളൊന്നും അല്ലെങ്കിൽ പിന്നെ ആരാണ്, എന്തുകൊണ്ടാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാത്ത അച്ഛൻ? ഞാൻ പറയും, എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു പഴഞ്ചനായാണ്. ഞാൻ സ്വയം ഒരു തന്തവൈബ് എന്ന് വിളിക്കുന്ന ഒരാളാണ്. അത്തരം തന്തവൈബിൽപ്പെട്ട ഒരാളിന് ഒരിക്കലും പറ്റാത്ത ഒരെന്നാണ് ഇന്നത്തെ പല സിനിമകളും. ഞാൻ പറഞ്ഞോട്ടെ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ തിരക്കഥയാണ്. അതിൻ്റെ തിരക്കഥ എന്നുള്ള കാര്യത്തിന് ഇത്രയും ഏറ്റവും കുറവ് പ്രാധാന്യമുള്ളൊരു കാലഘട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും. ഫോട്ടോഷൂട്ടിന് പോലും ഒരു മികവ് വേണം, അല്ലേ? ഒരു തിരക്കഥ എന്താണെന്ന് അതേപടി പകർത്തി വെക്കാൻ പോലും. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ട് തീർച്ചയായിട്ടും സേതുമാധവനെ പോലെ വളരെ എക്സലൻ്റ് ആയ ഒരു ഫിലിം മേക്കർ ഉണ്ടായിരുന്നു. നമുക്ക് ഭാസ്കർ മാഷ് ഉണ്ടായിരുന്നു, പിന്നെ സേതുമാധവൻ, വിൻസെൻ്റ് മാഷ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇന്നത്തെ യാർഡ് സ്റ്റിക്ക് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ കാലം ഏതായിരുന്നു കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ പോലെ യാതൊരു ഇതിലുള്ള സാങ്കേതിക മികവൊന്നും ഇല്ലാത്ത കാലത്ത് സിനിമയെന്ന് പറഞ്ഞാൽ കഥ പറച്ചിലാണ് എന്നുള്ളത് പ്രാഥമികമായും കഥ പറച്ചിലാണെന്നുള്ള ഞാനും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അതല്ല എന്ന് പൊളിച്ചു കാണിച്ച ആൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സിനിമയും അതിൻ്റെ ഇതിലേക്ക് പോയിട്ടുണ്ട്. ആ കഥ പറച്ചിലിന് മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളും ഏറ്റവും മികച്ച നാടകങ്ങളും എല്ലാം മികച്ചതല്ലെങ്കിൽ പോലും സിനിമാ രൂപത്തിൽ വന്ന് മികവ് തെളിയിച്ച ഒരുപാട് കൃതികൾ നമ്മുടെ ഇതിലുണ്ട്. അതിൽ ആദ്യം ഏറ്റവും കൂടുതൽ സാഹിത്യകൃതിയിൽ സിനിമയാക്കിയ ഒരാളുടെ പേരാണ് ഞാൻ സേതുമാധവൻ്റെ പേര് പറഞ്ഞത്. മറ്റൊരാൾ വിൻസെൻ്റ് മാഷുണ്ട്, അല്ലെങ്കിൽ പി ഭാസ്കരനുണ്ട്. പിന്നെ ഇവരൊക്കെയാണ് സാഹിത്യകൃതിയിൽ സിനിമയാക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ദോഷം അന്നത്തെ തിരക്കഥ തോപ്പിൽ ഭാസി മസൽ പുരവുമാണ് പ്രധാനമായിട്ട് എഴുതിയിരുന്നത്. അവരതിനകത്ത് ചെയ്തത്, അതും ഞാൻ അവരുടെ കുറ്റമായി പറയില്ല, പക്ഷെ അവരുടെയും അന്നത്തെ ഒരു ധാരണ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമുക്ക് എക്സ്പോഷർ എന്നൊരു കാര്യമില്ല, ഫിലിം ഫെസ്റ്റിവലുകളില്ല, അന്തർദേശീയ സിനിമകൾ കാണാനുള്ള യാതൊരു മാർഗവും ഇല്ല. പിന്നെ നമുക്ക് ആകെ തിയേറ്ററിൽ വരുന്ന സിനിമകളുണ്ട്, അതിൽ നിന്ന് പഠിക്കുക മാത്രമേ ഉള്ളൂ. ആ സിനിമകളാവട്ടെ, തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഹോളിവുഡിൻ്റെ സിനിമകളാണ്. ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ നറേറ്റീവ് സിനിമയുടെ ഒരു മേഖലയാണ്. ആ ശരിക്കും കോഴിക്കോടിനും ആ സിനിമകളെ കുറിച്ച് എഴുതി. അതൊക്കെ കഥ പറച്ചിലാണ്. അവരെഴുതുന്ന പ്രധാനമായിട്ടും സിനിമയുടെ കഥ പറച്ചിലിനെ കുറിച്ച് പറയും. അപ്പോൾ ഈ കഥ പറച്ചിൽ ഇതിൽ നിന്നൊക്കെയാണ് ഈ തിരക്കഥാകൃത്തുക്കൾ അത് പഠിച്ചത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഒരു കഥ എടുത്തിട്ട് ആ കഥ നോവൽ എങ്ങനെയാണോ തുടങ്ങുന്നത്, നോവൽ എങ്ങനെയാണോ അവസാനിക്കുന്നത്, ഞങ്ങളുടെ അച്ഛ പുതിയ വള്ളയം വലയം വാങ്ങിച്ചല്ല എന്ന് കറുത്തമ്മ പരീക്കുട്ടിയെടുത്ത് പറയുന്നിടത്താണ് ചെമ്മീൻ നോവൽ തുടങ്ങുന്നത്. സിനിമ തുടങ്ങുന്നത് അവിടെയാണ്. സിനിമ തുടങ്ങുന്നത് ഷീലയും പിന്നെ മധുവും കൂടി ഇരുന്ന് ഇതേ കാര്യം പറഞ്ഞ് ചിരിക്കുന്നിടത്താണ്. സിനിമ അവസാനിക്കുന്നത് അങ്ങ് ചെറിയഴിക്കൽ കടപ്പുറത്ത് 2 ശവങ്ങൾ അടിഞ്ഞു കയറി, അതിനോടൊപ്പം ഒരു സ്രാവിൻ്റെ ശവം ഉണ്ടായിരുന്നു എന്നുള്ളിടത്ത് തകഴി നോവൽ അവസാനിപ്പിക്കുന്നതെങ്കിൽ അവിടെ തന്നെയാണ് രാമുകാരിയുടെ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ സംവിധായകരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ, ഒരു കഥയുടെ, നോവലിൽ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നാടകത്തിൽ ഉള്ളതിൻ്റെ അതിന് ഭംഗമൊന്നും വരാത്ത രീതിയിൽ അതിനെ അതേപടി പറിച്ചു നടുക, സ്ക്രീൻ ഇതിലേക്ക് പറിച്ചു നടുക എന്നുള്ളതാണ് കാണിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമയിലെ ഒരു ഗംഭീരൻ സിനിമ എന്ന് പറയുന്ന അനുഭവങ്ങൾ പാളിച്ചകളാണ്. നിങ്ങളതെടുത്താൽ ഇതേ രീതി കാണാൻ പറ്റും. ചിലപ്പം രാത്രി എഴുന്നേറ്റ് തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുന്നിടത്താണ് തകഴി നോവൽ ആരംഭിക്കുന്നത്. സേതുമാധവൻ സിനിമ ആരംഭിക്കുന്നത് അവിടെ തന്നെയാണ്, ഒരു തീപ്പെട്ടിക്കൊള്ളി പിന്നെ ഉരയ്ക്കുന്നിടത്താണ്. സിനിമ അവസാനിക്കുന്നത് ഒരു ശവമാനത്തിൻ്റെ മുകളിൽ ഒരു കരിക്ക്, ചെറിയ ഒരു ഇളങ്കരിക്കിൻ്റെ വെച്ചിരുത്താണ്. അവിടെ തന്നെയാണ് സേതുമാധവൻ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ കൂടെ അവർ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ് എങ്കിലും നമുക്ക് തന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു നോവൽ എടുത്ത് സാഹിത്യരചന എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തെ മനനം ചെയ്ത് ഒരു കഥ മനസ്സിലിട്ട് നീട്ടി അങ്ങനെ അത് ആവിഷ്കരിക്കുന്ന ഒരു സംഭവമാണ് സാഹിത്യം.
ആ സാഹിത്യത്തിൻ്റെ ബേസ് ഈ സിനിമകളിൽ ഉണ്ടായതുകൊണ്ട് സിനിമകളിൽ നമുക്ക് ഒരിടത്തും ഒരു യുക്തിഭംഗം എന്നൊരു കാര്യം കാണാൻ പറ്റും. ഇവിടെ ശ്രീ ഭാസുരേന്ദ്രൻ ഇവിടെ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഷോലയിലെ പിന്നെ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ പല പല സിനിമകൾ ഇവിടെ കോട്ട് ചെയ്തു. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സിനിമയിലെ ഏറ്റവും എന്നെ അലട്ടുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് ഗോദാർദിന്റെ സിനിമയെക്കുറിച്ചല്ല കേട്ടോ. ഗോദാർദിനെ പോലെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു നറേറ്റീവ് സ്ട്രക്ചർ നമ്മൾക്ക് തന്ന ഒരു സിനിമയെക്കുറിച്ചല്ല. ഗോദാർദ് നമുക്കറിയാം, അദ്ദേഹം എടുത്ത ഒരു സിനിമയിൽ അദ്ദേഹം ആദ്യമായി പിന്നെ എന്താണ് ഒരു ഗാങ്സ്റ്ററിന്റെ സിനിമ, ഒരു ഗാങ്സ്റ്റർ ഒരു പോലീസുകാരനെ വെടിവെച്ച് വന്നതിന് ശേഷം കാമുകിയെ കാണാൻ വേണ്ടി പാരീസിലോട്ട് പോകുന്നു. അവിടെ കാമുകിയെ കാണുന്നു. അവിടെ വെച്ച് കാമുകി ഒറ്റ കൊടുത്തിട്ട് ഇയാൾ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ഇത് മലയാള സിനിമ നമ്മൾ പിന്നീട് കണ്ടു. ഇത് ഗോദാർദ് ഒരു സാധാരണ 4 വാചകങ്ങളിൽ പറഞ്ഞു ചേർക്കാവുന്ന ഒരു കഥയെ ഗോദാർദ് പുതിയൊരു സങ്കേതത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ജംപ് കട്ട് എന്ന് പറയുന്നത്. ഇന്ന് ജംപ് കട്ട് അവതരിപ്പിക്കുന്ന ഇന്നത്തെ ഫിലിം മേക്കേഴ്സിന് ഗോദാർദിന്റെ എന്താണ് പർപ്പസ് ഓഫ് യൂസിങ് ദാറ്റ് ടൂൾ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെ ആ ജംപ് കട്ട് അവൈലബിൾ ആയതുകൊണ്ട് അത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു ധാരണ അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് ഇടയ്ക്കുള്ള ക്രെഡിറ്റിന്റെ പല കട്ടിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന ചില കാര്യങ്ങളൊന്നും അവർക്ക് ചോദിച്ചാൽ പോലും അറിയില്ല എന്താണ് ഇതൊക്കെ എന്ന്. പക്ഷെ ഗോദാർദിനെ കുറിച്ചുള്ള പോലെയുള്ള അല്ലെങ്കിൽ ആന്റോണിയോണിയെ പോലുള്ള അല്ലെങ്കിൽ ബുനുവേലിനെ പോലെയുള്ള പിന്നെ എന്താ പറയണ്ടേ സാൽവദോർ ഡാലിയായിട്ട് ചേർത്ത് ബുനുവേൽ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക സർറിയലിസ്റ്റ് സിനിമയുണ്ട്. അതുപോലുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് സത്യജിത് റേ ഉൾപ്പെടെ ഉള്ള നറേറ്റീവ് സിനിമ, ഒരു സിനിമ ഒരു ആദിമധ്യാന്ത പൊരുത്തമുള്ള കഥയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ സിനിമയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹിച്ച്കോക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞൂടെ ഭാസുരേന്ദ്രൻ, എന്താണ് പുതിയ സിനിമ എന്തായി ചോദിച്ചോ പറഞ്ഞെന്താണ്, എൻ്റെ സിനിമ തീർന്നല്ലോ, ഇനി ഷൂട്ടിംഗ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഹിച്ച്കോക്ക് അതിൻ്റെ ഓരോ സൂക്ഷ്മമായ അംശങ്ങളെ വരെ അടച്ച് പൂർണ്ണമാക്കിയതിന് ശേഷം ആ സിനിമ തീർത്തു. ഇനി പോയി ആ സിനിമയ്ക്ക് അനുസരിച്ചുള്ള ആംഗിൾസ് ഫിക്സ് ചെയ്താൽ മതി, ക്യാമറ എവിടെ വെക്കണമെന്നും ക്യാമറ ആർട്ടിസ്റ്റ് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി എന്നുള്ള രീതിയിൽ അത്രയധികം കോൺഫിഡൻ്റ് ആയിരുന്നു സത്യജിത് റേ. അങ്ങനെ ആയിരുന്നു സത്യജിത് റേയുടെ അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നു. അദ്ദേഹം പിന്നെ 1969 അദ്ദേഹം അദ്ദേഹത്തിന്റെ കൽക്കത്ത ത്രയം എന്ന് പറയുന്നത് ഈ പിന്നെ അപുത്രയം മാതിരിയുള്ള 3 സിനിമകളാണ്. ഒന്ന് പ്രതിധ്വന്തി, സീമാബദ്ധ, ജനാരണ്യ. ഇതിന് തൊട്ടു മുമ്പ് അതിൻ്റെ ഒരു പ്രോലോഗ് മാതിരി ഒരു സിനിമ എടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെയും ഒരു മാസ്റ്റർ ചെയ്തിട്ട് ഡിജിറ്റലി മാസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യജിത് റേയുടെ കരിയറിലെ ഏറ്റവും ഗംഭീരമായ ഒരു സിനിമ ഉള്ളതാണ് ആരണ്യർദിൻ രാത്രി. ആരണ്യർദിൻ രാത്രി എന്നുള്ള സിനിമ അദ്ദേഹം എടുത്തത് മലയാളത്തിലെ ഇന്ന് ഇവിടുത്തെ MT വാസുദേവൻ നായരോട് തുലനപ്പെടുത്താവുന്ന പിന്നെ സുനിൽ ഗംഗോപാധ്യായയുടെ ഒരു നോവലാണ്. ഒരു നാട്ടിൻപുറത്തെ 4 ചെറുപ്പക്കാരെ പോയി ഒരു വനത്തിനുള്ളിൽ പോകുന്നതും അവിടെ വെച്ച് അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെയാണ് സുനിൽ ഗംഗോപാധ്യായ ഈ നോവൽ എഴുതിയത്. സത്യജിത് റേ അതെടുത്തു. അടുത്ത സിനിമ എന്ന് വെച്ചാൽ സുനിൽ ഗംഗോപാധ്യായെ വിളിച്ചിട്ട് വളരെ ബാലിശം, നമ്മൾ നെയ്വ് എന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്. സുനിൽ ഗംഗോപാധ്യായ പിന്നീട് അദ്ദേഹം പറഞ്ഞാണ് വളരെ നെയ്വായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ റേ ചോദിക്കുകയാണ്. അവരുടെ പിന്നെ അവരെന്ത് തരത്തിലുള്ള ഡ്രസ്സായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെടുക്കുന്ന ബസ്സിലാണോ ട്രെയിനിലാണോ പോകുന്നത്, ഇങ്ങനെയുള്ള വളരെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ഫോൺ അവിടെ വെച്ചു, തീർന്നു, ചർച്ച അത്രേ ഉള്ളൂ. സത്യജിത് റേ ആയതുകൊണ്ട് സുനിൽ ഗംഗോപാധ്യായക്ക് ചോദ്യവും ഇല്ല, വേറെ ചോദ്യങ്ങളൊന്നുമില്ല. റേ ആണ് സ്വന്തം സിനിമ എടുക്കുന്നത്, സ്വന്തം കഥ എടുക്കുന്നത്. സിനിമ തിരശ്ശീലയിൽ വരുമ്പോഴാണ് ഈ പിന്നെ സുനിൽ ഗംഗോപാധ്യായ സിനിമ കാണുന്നത്. അദ്ദേഹം എഴുതി വെച്ച നോവലേ അല്ല. നമുക്ക് ഒരു ക്യാരക്ടർ ആണ് ഒരു തിരക്കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു. ഒരു കഥാപാത്രത്തിന് ചുറ്റിപ്പറ്റിയാണ് കഥകൾ, സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കഥാപാത്രം എങ്ങനെയുള്ള കഥാപാത്രമായിരിക്കണം? 3 തരത്തിലുള്ള വികാരങ്ങൾ പ്രേക്ഷകന്റെ മനസ്സിൽ ജനിപ്പിക്കണം. ഒന്ന്, ആ കഥാപാത്രം എന്ന് പറയുന്നത് നായകനോടാണ് കേട്ടോ, പ്രൊട്ടഗോണിസ്റ്റിനോടാണ് ഞാൻ പറയുന്നത്. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന നായക കഥാപാത്രം നമ്മളിൽ ഒന്നെങ്കിൽ ഒരു സിമ്പതി ഉണ്ടാക്കണം കണ്ടിരിക്കുന്ന പ്രേക്ഷകർ. അത് കഷ്ടമായി പോയിട്ടോ അയാളുടെ കാര്യം. പിന്നല്ല, സിമ്പതി കൊണ്ട് കാര്യമില്ല. വേണ്ടത് എന്താണ്? നമുക്ക് അയാളോട് എമ്പതി തോന്നണം, അനുതാപം. അയാളുടെ സ്ഥാനത്ത് ഞാനാണെന്ന് തോന്നണം, ഞാൻ അയാളുടെ സ്ഥാനത്തുണ്ട്. 3ാമത് നമുക്ക് അയാളോടൊരു വെറുപ്പ് തോന്നണം, ആന്റിപ്പതി തോന്നണം, ഭയങ്കരമായ വിദ്വേഷം തോന്നണം. ഈ 3 കാര്യങ്ങളിൽ തിരക്കഥാകൃത്ത് വിജയിച്ചാൽ അതാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ ഷോലയിലെ ഏത് ക്യാരക്ടറാണ് ഏറ്റവും സിനിമ കണ്ടു കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യത്തെ ഷോ കണ്ടവരിൽ ഒരാളാണ്. ആദ്യത്തെ ഷോ കണ്ടില്ല, ദേഷ്യം വന്നു. കാര്യം തരുമോ, അന്ന് സിനിമ കാണാൻ ന്യൂ തിയേറ്ററിൽ പോയപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചു വന്നു.
പ്രസിഡന്റ് സിനിമയില്ല, അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസം കണ്ടു. അപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്ന വീരുവോ, ജയ്യോ, പിന്നെ ധർമ്മേന്ദ്ര അഭിനയിക്കുന്ന വീരുവോ, ഹേമമാലിനി അഭിനയിക്കുന്ന ബസന്തിയോ, ജയാ ബച്ചൻ അഭിനയിക്കുന്ന ആ യുവ വിധവയോ, സാക്ഷാൽ സഞ്ജീവ് കുമാറിന്റെ ഠാക്കൂർ ഒന്നുമല്ല നമ്മളുടെ കൂടെ വന്നത്. അതിനകത്തെ കൊടും ക്രൂരനായ വില്ലൻ അംജദ് ഖാൻ, ഗബ്ബാർ സിംഗ്. ഗബ്ബാർ സിംഗിന്റെ ഓരോ ചലനവും ഇന്നും ഷോലെ ഓർമ്മിക്കപ്പെടുന്നത് ഗബ്ബാർ സിംഗിന്റെ കിത്തനെ ആത്മീയത്തെ എന്നുള്ള ചോദ്യത്തിലാണ്. കിത്തനെ ആത്മീയത്തെ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഭയങ്കര രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ശരിയല്ല എന്ന് സലീം ജാവദ് എന്ന് പറയുന്ന അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞു. നമുക്ക് ഇതൊരു എലിക്കുഞ്ഞിന്റെ ശബ്ദം പോലിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഈ ശബ്ദം മാറ്റി ഡബ് ചെയ്യണമെന്ന് പറഞ്ഞു. രമേഷ് സിപ്പി സംവിധായകൻ ഒരു തരത്തിലും സമ്മതിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ഗംഭീരമായ ശബ്ദം നമ്മുടെ ഉറപ്പുണ്ട്, ഇത്രയും ആത്മീയത്തെ. അപ്പം ഞാൻ പറഞ്ഞത്, ഒരാളെ വെറുപ്പിച്ചിട്ട് അയാളെ നമ്മൾ പ്രിയങ്കരനാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്ത്, സലീം ജാവദ് ഡയറക്ടറും ചെയ്തത്. അങ്ങനെ വെറുപ്പ് എന്നുള്ളൊരു കാര്യം ഇവിടെ MT വാസുദേവനാരുടെ ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെട്ട തിരക്കഥ ഏതാണെന്ന് ചോദിച്ചാൽ സതയം ഞാൻ പറയും. സതയം എന്നുള്ള കഥ കൗമുദി വിശേഷാൽ പ്രതിയിൽ ശത്രു എന്ന് പറയുന്ന ഒരു ചെറുകഥയായിട്ട് വന്നതാണ്. നിങ്ങൾ ചുമ്മാ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി തിരക്കഥയെക്കുറിച്ച് പഠിക്കുന്നവർ അത് വായിക്കാവുന്നതാണ്. കാര്യം ശത്രു എന്നുള്ള കഥയും സതയം എന്നുള്ള സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കോഴിക്കോട് MT വാസുദേവനാർ അടങ്ങുന്ന ഒരു സൗഹൃദ സദസ്സിന് വളരെ സുപരിചിതനായിരുന്ന അതിനകത്തെ ഒരു അംഗമായ മുല്ലേ വീട്ടിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം അവിടുത്തെ ഏറ്റവും സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ അവിടെ തന്നെ ഒരു ബീറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അത് ആ ബീറ്റ് ഹൗസ് ഇല്ലാന്ന് തോന്നുന്നു, പിന്നെ മിഠായി തെരുവിൽ ആ ബീറ്റ് ഹൗസിൽ വൈകുന്നേരം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നാക്ക് വളരെ മോശമായിരുന്നു. ചിലർ പറയില്ലേ അയാൾ നാക്കുകൊണ്ട് അങ്ങനെ നാക്കുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, ചീട്ട് കളിക്കുമ്പോൾ നിർദ്ദയമായിട്ട് എതിരാളികളെ പരിഹസിച്ച് അവരുടെ സകലെടുത്ത് പുറത്തിടും. അങ്ങനെ പരിഹസിക്കപ്പെട്ട സ്രാങ്ക് എന്ന് പറയുന്ന ഒരാള്, ഒരു വളരെ ബലിഷ്ഠനായ ഒരു മനുഷ്യൻ, അയാൾ പോയി പിന്നെ അയാളെ പരിഹസിച്ച് അയാളെ രണ്ടാമത് കളിക്കാനൊന്നും സമ്മതിച്ചില്ല. അയാൾ നേരെ പുറത്തോട്ട് പോയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഷർട്ടൊക്കെ ഊരി ഇങ്ങനെ വേർപ്പൊക്കെ ആറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് പെട്ടെന്ന് കാണുന്നത് ഒറ്റ കുത്താണ്. ഫ്രാങ്ക് കുത്തുകയാണ് ഈ ചങ്കിലോട്ട്. അങ്ങനെ കുത്തിയിട്ട് ഈ കടാര പിന്നെ തിരിച്ചെടുക്കാൻ കുറച്ച് ഈ വാരിയലിൻ്റെ ഇടയിൽ കുടുങ്ങി. അതൊന്ന് എടുക്കുമ്പോഴത്തേക്കൊണ്ട് മറ്റേ ആൾ ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയാൾക്ക് കുത്തുകൊണ്ടിനെ കൂടെയുള്ള ആളുടെയും കുത്തിയനെ. അപ്പം അങ്ങനെ അബ്ദുറഹ്മാൻ മരിക്കുകയും ഫ്രാങ്കിനെ പിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പം MD അവിടെ ജയിലിൽ പോവുകയാണ്. MD അവിടെ ജയിലിൽ പോയിട്ട് അവിടെ ഈ സ്രാങ്കിനെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, ഈ എൻ്റെ കൂട്ടുകാരനെ കൊന്ന ആളാണ് സ്രാങ്ക്, എനിക്ക് അയാളുടെ മരണത്തിന് മുമ്പ് ഒന്ന് കാണണം, അതിൻ്റെ ഒരു പ്രതികാരം. അപ്പം അങ്ങനെ അവിടെ പോയി ഈ സ്രാങ്കിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു മരണം കാത്തി കിടക്കുന്ന ഒരാളിനോട് നമുക്ക് യാതൊരു പകയും വൈരാഗ്യവും തോന്നുന്നില്ല എന്ന് MT വാസുദേവൻ റിയലൈസ് ചെയ്യുന്നു. അപ്പൊ തിരിച്ചു വന്ന് ശത്രുവായി കണ്ടയാൾ ശത്രു അല്ല, അല്ലെങ്കിൽ അയാളൊരു മനുഷ്യനാണ്, ഒരു നൈമിഷികമായ ഏതോ ഒരു പ്രേരണയിൽ അയാൾ ഈ കൃത്യം ചെയ്തതാണെന്ന് തോന്നി തിരിച്ചു വന്ന് ആ ഒരു നടത്തുന്ന, അതാണ് ഈ സിനിമ. അതാണ് ബേസ് ചെയ്തിട്ട് ഈ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണുന്ന സതയത്തിൽ ഇതൊന്നുമില്ലല്ലോ. സതയത്തിൽ MT വാസുദേവൻ വേറെ ക്യാരക്ടറെ ഉണ്ടാക്കി, സത്യനാഥൻ എന്ന് പറഞ്ഞൊരു പെയിന്ററെ ഉണ്ടാക്കി. ആ സത്യനാഥന്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ഒരു വേശ്യാഗ്രഹം ഉണ്ടാക്കി. അവിടെ കുറെ ഒരു 4 പെൺകുട്ടികളുണ്ടാക്കി, 3 പെൺകുട്ടികളെ ഉണ്ടാക്കി. അപ്പോൾ ആ പെൺകുട്ടികളെ, കൊച്ചു 2 പെൺകുട്ടികളെ കൊല്ലുന്ന, നിഷ്കരണം കൊല്ലുന്ന ഒരു മനുഷ്യനായി ആ സത്യനാഥനെ മാറ്റിയിട്ട് അയാൾക്ക് വേണ്ടി പ്രേക്ഷകർ മുഴുവൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തു. അതാണ് MT വാസുദേവന്റെ തിരക്കഥാകൃത്തമുള്ള ഒരു കഴിവെന്ന്, ഭയങ്കര ഗംഭീരമായ കഴിവാണ്. ഒരു ക്യാരക്ടറൈസേഷൻ. എനിക്ക് തിരക്കഥ എന്ന് പറഞ്ഞാൽ ക്യാമറ എവിടെ വെക്കണം, ലൈറ്റ് എവിടെ പ്ലേസ് ചെയ്യണം, അതിനകത്ത് പറഞ്ഞ നിർഭാഗ്യവശാൽ നിങ്ങളോട് പറഞ്ഞ് ഒന്നും തോന്നരുത്. എനിക്ക് അങ്ങനെ തിരക്കഥ എഴുതുന്ന ഒരാളിനെ എനിക്ക് ഇന്നത്തെ മലയാള സിനിമയിൽ കാണാൻ കഴിയില്ല. അവർക്ക് ആകെ അറിയാവുന്ന ടെക്നിക്കൽ എക്സലൻസ് ആണ്. ഞാൻ വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞു തരാം, പക്ഷെ ഉദാഹരണം പറഞ്ഞ് വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എത്ര പേര് പിന്നെ തിരക്കഥയുടെ ഒരു പിഴവിനെ കുറിച്ച് പറയും, എത്ര പേര് നിങ്ങൾ പിന്നെ ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമ, ഈ ക്ലാസ്മേറ്റ്സിന്റെ ആദ്യത്തെ കാഴ്ചയിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഒരു സിനിമ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു OTT. അതിനകത്തെ നായകൻ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴാണ് സിനിമ തുടങ്ങുന്നത്. എന്താണ്, ഒരു കോളേജ് ക്യാമ്പസിനകത്ത് ഒരാളെ ഓടിച്ചിട്ട് അടിക്കാനായി കയ്യിലിരിക്കുന്ന ബാറ്റ് അങ്ങാണ്ട് ഉയർത്തുന്ന സമയത്ത് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. സ്വപ്നം അവിടെ അവസാനിച്ചു. അയാൾ ഞെട്ടി എഴുന്നേറ്റ്. പൃഥ്വിരാജ് അഭിനയിക്കുന്ന സുകുമാരൻ. അന്ന് അയാൾക്ക് കേരളത്തിൽ പോയി അയാൾ പഠിച്ച കലാലയത്തിൽ
ഒരു ഒത്തുചേരലിൽ പങ്കാളിയാണ്. മനസ്സിലായില്ലേ? അയാൾ പോയി അവിടെ അയാളുടെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ കണ്ടു. എല്ലാവരും തമ്മിൽ ഭയങ്കര പഴയ പിന്നെ ഇതെല്ലാം അയവർക്ക്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ, അയാളുടെ പിന്നെ അയാളെ പഠിപ്പിച്ച ഒരു ടീച്ചർ ദമ്പതികളുണ്ട്, അവരുടെ മകൻ മുരളി എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ഒരു കഥാപാത്രം മാത്രമല്ല, അയാൾ മരിച്ചു. അപ്പോൾ അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതൊക്കെയാണ് ഈ കഥ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ പഴയ കഥയിലേക്ക് പോകുമ്പോൾ സുകുമാരനെ ആ ക്ലാസ്സിലുള്ള വേറൊരു പെൺകുട്ടി പ്രേമിക്കുന്നു. അവളൊരു പ്രേമലേഖനം എഴുതി. ഇതൊരു ശത്രുവായ, രാഷ്ട്രീയ ശത്രുവായ വേറൊരു പയ്യൻ അത് തട്ടിയെടുത്തിട്ട് അന്ന് ഇലക്ഷൻ നടക്കുന്ന കോളേജിൽ ഇലക്ഷൻ്റെ ബാലറ്റ് ബോക്സിൽ കൊണ്ട് അത് ഇട്ടു, എല്ലാവരും അറിയട്ടെ എന്നും പറഞ്ഞു. ബാലറ്റ് ബോക്സിൽ നിന്ന് ആ ലെറ്റർ അവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞു വരും. രാത്രി സുകുമാരനും അവൻ്റെ സുഹൃത്തും കൂടെ രാത്രി അവിടെ മതിലിയാടി കോളേജിൽ ചെന്നു. അത് കിട്ടുന്നില്ല. തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. ഭയങ്കര മഴയാണ്. ഹോസ്റ്റലിൽ വന്നു. ജനറേറ്റർ റൂമിൽ ചെന്ന് ജനറേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന്, എന്നിട്ട് അകത്ത് കയറാൻ വേണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരാൾ നിൽക്കുന്നു. അയാളുമായിട്ടൊരു മൽപ്പിടുത്തുണ്ട്. അപ്പം ഇയാളുടെ കയ്യിലുള്ള ക്ലോറോഫോം അയാളെ മണപ്പിച്ചു. അയാൾ ബോധരഹിതനായി താഴെ വീണു. ഇയാൾ മുറി പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം എലക്ഷൻ കൗണ്ടിങ് നടന്നു. കൗണ്ടിങ്ങിനിടയിൽ ഈ കത്ത് കണ്ടെടുത്തു. കത്ത് കണ്ടെടുത്തോടുകൂടി സിനിമയുടെ കഥയാകെ മാറി. നായിക പിന്നെ അവൾക്ക് അത് നാണക്കേടായി അവൾ വീട്ടിലോട്ട് പോയി. നായകൻ പിന്നെ ആ വില്ലൻ കഥാപാത്രത്തെ ഓടിച്ചിട്ട് അടിക്കുകയാണ്. ഓടിച്ചിട്ട് അടിക്കുന്ന സമയത്ത് അവനൊരു ഭയങ്കര ഗംഭീരമായ ഒരു അടി കൊള്ളേണ്ട സമയത്ത് ക്ലാസ്സിലെ വേറൊരു പെൺകുട്ടി എന്ന് പറഞ്ഞു, നമ്മുടെ മുരളി മരിച്ചു കിടക്കുന്നു. എവിടെ? ജനറേറ്റർ റൂമിൽ. അതോടുകൂടി കഥയുടെ ഗതിയാകെ മാറി. നായകന്റെ പഠിത്തം തീർന്നു, വില്ലന് മാനസാന്തരം വരുന്നു, ആകെ പ്രശ്നമായി. പിന്നെയാണ് ഈ ഒത്തുചേരലിന്റെ സമയത്ത് ഈ മരിച്ചുപോയ കഥാപാത്രത്തിന്റെ, നിങ്ങൾ കഥ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്ന ഇതിലാണ്. മരിച്ചുപോയ കഥാപാത്രത്തിന്റെ കാമുകി റസിയ എന്ന് പറയുന്ന ക്യാരക്ടർ, എൻ്റെ കൽബിലെ എന്നുള്ള പാട്ടിന്റെ നായിക, ആ പിന്നെ റസിയ അവിടെ പുറത്ത് കാത്തുണ്ടായിരുന്നു, മുരളിയെ കാത്ത്. അന്ന് രാത്രി മുരളി ജനറേറ്റർ റൂമിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് വെളിയിൽ അങ്ങനെ കാത്തു നിൽക്കുന്നു. രാത്രി മുഴുവൻ ഇയാളെ കാണുന്നില്ല. രാവിലെ ഈ അടി മറ്റേ അന്ന് ഇലക്ഷൻ്റെ കൗണ്ടിങ് ദിവസം രാവിലെ, കൗണ്ടിങ് ഒക്കെ നടക്കുന്നതിന് മുമ്പ് വെളുപ്പാങ്കാലത്ത് ഈ മുരളി പിന്നെ അവിടുത്തെ ജനറേറ്റർ ഹോസ്റ്റലിലെ പിന്നെ കെയർടേക്കറിലായിട്ടുള്ള സിറാജ് വെഞ്ഞാറമ്മൂട് വന്നിട്ട് ജനറേറ്റർ ഓൺ ചെയ്യാൻ വേണ്ടി ആ റൂമിലോട്ട് കയറുമ്പോൾ വെളുപ്പാങ്കാലത്ത് ഈ മുരളി മരിച്ചു കിടക്കുന്ന അവിടെ കാണുന്നുണ്ട്. മുരളി മരിച്ചു കിടക്കുന്നു. പിന്നെ അച്ചു നമ്മുടെ മുരളി എന്ന് പറഞ്ഞാൽ ഓടി ഹോസ്റ്റലിലോട്ട് തിരിച്ച് ഉടനെ റസി വന്ന് മുരളിയെ കണ്ടു, മുരളിയുടെ ശവം കണ്ടു. പിന്നീടാണ് ഇവനാണ് ഇവൻ്റെ ഈ ക്ലോറോഫോം മണപ്പിച്ചുകൊണ്ടാണ് അവൻ മരിച്ചത്. അവന് ഹാർട്ടിൻ്റെ രോഗമുള്ളതാണ്. അപ്പം അന്ന് രാവിലെ ഇതൊക്കെ നടന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൗണ്ടിങ് നടന്നതും ഈ മരണം അപ്പം മാത്രം പ്രഖ്യാപിക്കുന്നതും? എന്തായിരിക്കും ചേട്ടാ? ഒരു തിരക്കഥാകൃത്ത് എന്നുള്ളതിലേക്ക് പറയൂ, എന്തായിരിക്കും അത്? അതായത് ഒരു ദിവസം രാവിലെ ഈ മൃതദേഹം എല്ലാവരും കണ്ടു ഹോസ്റ്റലിലെ. പക്ഷേ തിരക്കഥാകൃത്തും സംവിധായകനും കൂടെ അത് വളരെ ഗോപ്യമായി വെച്ചു. എന്തിന്? എന്നാൽ മാത്രമേ മറ്റേ ബാലറ്റ് ബോക്സ് തുറന്ന് കത്ത് പുറത്ത് വന്ന് അവിടെ ഒരു അടി നടക്കാൻ പറ്റുള്ളൂ, ഈ കഥയിലൊരു ഗതിമാറ്റം വരാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എനിക്ക് ഏറ്റവും ആശ്ചര്യം തോന്നിയത് ആ വർഷത്തെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇതിൻ്റെ തിരക്കഥാകൃത്ത് ജെയിംസ് ആൽബർട്ട്, അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സിനിമ ഏതാണ്, തിരക്കഥ ഏതാണ്? അത് ക്ലാസ്മേറ്റ്സിൻ്റെയാണ്. ഇതാണോ നല്ല തിരക്കഥ എന്ന് പറയുന്നത്? ഇതിനെങ്ങനെ നല്ല തിരക്കഥ എന്ന് വിളിക്കുന്നത്? ഒരു തിരക്കഥയുടെ അടിത്തറ എന്ന് പറയുന്നത് എൻ്റെ യുക്തിയാണ്, ലോജിക്കാണ്. ഞാൻ പറയുന്നത്, പിന്നെയും പറയുന്നു, അബ്സ്ട്രാക്ട് സിനിമയെ കുറിച്ചല്ല പറയുന്നേ. ഞാൻ പറയുന്നത് നറേറ്റീവ് സിനിമയെ കുറിച്ചാണ്. അതിൻ്റെ ലോജിക്ക്, അതിൻ്റെ അടിത്തറ, യുക്തിഭദ്രം ആയിട്ടുള്ളൊരു തിരക്കഥയില്ലാതെ ഒരു സിനിമയ്ക്ക് കെട്ടിപ്പൊക്കാനേ പറ്റില്ല. ഈ അടുത്ത കാലത്തൊന്നും ഒരു വളരെ ഗംഭീരമായ സിനിമയെന്ന് ആളുകൾ വാഴ്ത്തിയ ഒരു സിനിമ ഞാനും പോയി തിയേറ്ററിൽ കണ്ടു. എൻ്റെ പേര് കിഷ്കിന്ദ കാണ്ടാണ്. അതിനകത്ത് കാട്ടിൻ്റെ ഏതാണ്ട് നടുവിലായി, കാട്ടിൽ നിന്ന് ഇത്തിരി മാറി ഒരു പട്ടണത്തിൻ്റെ നടുവിലാണ് അവരുടെ വീട്. ഈ പിന്നെ കാട്ടിനകത്തുനിന്ന് ഒരു വെടിവെച്ച് കേട്ടാൽ ആ പട്ടണം മുഴുവൻ കേൾക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നക്സലൈറ്റുകളെ തേടി അങ്ങോട്ട് പോകുന്നത്. ഒരു സംഘം പോകുന്നുണ്ട്, കാട്ടിൽ നിന്നൊരു വെടിവെച്ച കേട്ടു, അങ്ങനെ പോവാണ്. ഇതൊരു ഭാഗത്ത്. അതേസമയം ഈ വീട്ടിൽ 2 മരണങ്ങൾ നടക്കുന്നു, വെടിവെച്ച് തന്നെ. വെടിവെച്ച് ആരും കേൾക്കുന്നില്ല. അതെന്താ അങ്ങനെ? പട്ടണത്തിന്റെ നടുവിലുള്ള വീട്ടിൽ ഈ വെടിവെച്ച് ആരും കേൾക്കുന്നില്ല, കാട്ടിനകത്ത് നടക്കുന്ന വെടിവെച്ച് കേൾക്കുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. എന്തായിരിക്കും അങ്ങനെയൊക്കെ വരുന്നത്? ഒരു സിനിമ എത്ര തവണ നിങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും? തിരക്കഥാകൃത്തും സംവിധായകനും ക്യാമറമാനും എല്ലാവരും കൂടി എത്ര തവണയായിരിക്കും ഡിസ്കസ് ചെയ്യുക? അല്ലേ? ഇതൊന്നും ആരുടെയും ശ്രദ്ധയപ്പെടാത്തണ്ട. അതോ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കാര്യമുണ്ട്,
യു ആർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. വ്യൂവേഴ്സ് ആർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. കഥയെ ചോദ്യമില്ല. പിന്നെ നിങ്ങൾ ഇതിന് സിനിമ ഉണ്ടാക്കുന്നത് അതിന് തിരക്കഥ, നല്ല തിരക്കഥ എന്ന് പറയുന്നത് ഇതിനാ. എന്നോട് ചെല്ലാൻ കൃഷ്ണനാണ്ട് ഗംഭീരം വർക്കാണ് കേട്ടോ. ഞാൻ പറയാം, എന്ത് രീതിയിലാണ് നിങ്ങൾ നല്ല ഗംഭീരം വർക്കുന്നത്? നല്ല ക്യാമറയാണ്, നല്ല ഇതാണ്. ഒരു കഥ ഒരു ഇത് കൂടെ എല്ലാവരും കൂടെ അവസാനം എന്നെ തല്ലിക്കൊല്ലി ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു സിനിമയുടെ കൂടെ പറയാം. ഞാനും കൂടെ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ഹോം. എനിക്ക് അവാർഡ് കൊടുത്തില്ല, വലിയ പ്രശ്നമായി. അപ്പോൾ ഹോമിന് കിട്ടില്ല. ഹോം അവാർഡ് കൊടുക്കാത്ത വേറെ പല കാരണങ്ങളുണ്ടായിച്ചാൽ അതിനകത്ത് അങ്ങനെ അത് മൊത്തം അത്ര ആയിട്ട് തോന്നാത്തോണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഹോമിലെ ഒരു പ്രധാനപ്പെട്ട, ഹോം കണ്ടെല്ലാവർക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഹോമില് ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ കുട്ടിയായിരിക്കുമ്പോൾ ഒരു 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 കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. കഷ്ടപ്പെട്ട് ഒരു വള്ളം അറേഞ്ച് ചെയ്ത്, ഒരു കാർ അറേഞ്ച് ചെയ്ത്, ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരു സാഹസിക കഥയാണ്. ആ സാഹസിക കഥയിൽ നായിക അവസാനം വരുമ്പോഴാണ് നമ്മളതിൻ്റെ ക്ലൈമാക്സ്. പക്ഷേ ആ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഈ കഥയായി കേൾക്കുമ്പോൾ, എന്നിട്ട് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? അത് ഞാൻ തിരക്കിയില്ല, പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി ഇനി പോന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ലോകത്ത്? ഒരാളെ ഇത്രയും സാഹസികമായ ഒരു സ്ത്രീയെ അവരുടെ മകൾ മരിക്കുവോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അങ്ങനെ നമ്മളൊരു ഹോസ്പിറ്റലാക്കിയാൽ 2 പയ്യന്മാർ അവരെ അവിടെ ഹോസ്പിറ്റലാക്കി തിരിച്ചിങ് വരും, എന്നിട്ട് നാട് വിട്ടു പോകും. അങ്ങനെ ആരെങ്കിലും ചെയ്യും? ഞാൻ കോമൺ ലോജിക്ക് ചോദിക്കുക, ആരെങ്കിലും ചെയ്യൂ? പ്രത്യേകിച്ച് അതുപോലുള്ളൊരു മാനസികമായ സന്നദ്ധതയുള്ളൊരു ഒരു പയ്യൻ അങ്ങനെ ചെയ്യും, ഒരു കുട്ടി ചെയ്യൂ. കാര്യം അത് അവിടെ ചെന്ന് ആ കുട്ടിയെ അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പോയി കഴിഞ്ഞാൽ ക്ലൈമാക്സ് പോകും. ഇങ്ങനെ വളരെ ഒരു ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് താഴെ നിന്നൊരു ചീട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എല്ലാം കൂടെ കണ്ടിട്ടില്ല, എല്ലാം കൂടെ താഴെ വീഴുന്നത്. ഇത്തരം തിരക്കഥകളെ വാഴ്ത്തിപ്പാടി ഇത് ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സെനേറിയോ അല്ലെങ്കിൽ ഒരു നറേറ്റീവ് കഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ 10 സിനിമകൾ എടുത്താൽ ഒന്ന് യവനികയാണ്. യാതൊരു സംശയമില്ല, ഗംഭീര സിനിമയാണ്. 5 എണ്ണം പറഞ്ഞാൽ പോലും യവനിക വരും. ജോർജ് ചേട്ടനോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് യവനിക എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ യവനികയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ മകൻ ഒരു സിനിമാ പ്രവർത്തനമായിട്ട് അവൻ ഇത് തിരിച്ചു പോയി എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ശരി, അച്ഛൻ ഇങ്ങനെയൊക്കെ പുതിയ ആൾക്കാരെ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് യവനികയിലെ അയ്യപ്പൻ മരിച്ച ആ ദിവസം പോലും അവർ നാടകം കളിച്ചിട്ട് ഭാര്യ അന്ന് രാത്രിയും പോലും നാടകം ഉണ്ടാവും? അയ്യപ്പൻ കൊല്ലപ്പെട്ട വാർത്ത പത്രത്തിൽ വരുന്ന ദിവസവും നാടകം അവർ കളിക്കുക. പറഞ്ഞു മനസ്സിലായി? അവരുടെ തൊട്ടപ്പുറത്താണ്, അവരുടെ നാടക സമിതിയുടെ ഓഫീസിന്റെ തൊട്ടപ്പുറത്തുനിന്ന് കണ്ടെത്തുമ്പോൾ അന്നും അവർ നാടകം കളിക്കുകയാണ്. ആ സ്ഥലത്തോട്ട് പോകുന്നില്ല. ഒരു ചെറിയ യുക്തിയുടെ ഒരു ചെറിയ പ്രശ്നം പറയും, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പൊ എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. നാടകം ബുക്ക് ചെയ്താൽ കളിക്കണം, പക്ഷെ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ പിന്നെ നമ്മൾ അങ്ങനെ ഒരു സീൻ ആവശ്യമില്ല. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഒരു സീൻ ആവശ്യമില്ല? ഇവര് തിരിച്ച് അയ്യപ്പൻ മരിച്ചു എന്ന് അറിഞ്ഞ് അവർ ആ ഓഫീസിൽ, അങ്ങനെ ഒരു സീൻ ആവശ്യമില്ല ഇവിടെ? അത് വേണ്ടേ? അങ്ങനല്ല ആ സിനിമയുടെ കരുത്ത് എന്ന് പറയുന്നത് തിരക്കഥയാ. കെ ജി ജോർജിന്റെ തിരക്കഥ ഈ പറഞ്ഞ പോലെ. എസ്.എൽ. പുരം അതിനകത്ത് ചെയ്ത ഗംഭീര സംഭാഷണം എഴുതി. ഒരിക്കലും ജോർജ് ചേട്ടൻ അങ്ങനെ എഴുതാൻ പറ്റില്ല സംഭാഷണം. ഏതാണ് തിലകന്റെയും ജഗതിയുടെയും ഒക്കെ സംഭാഷണങ്ങളില്ലേ? അത് എസ്.എൽ. പുരത്തിന്റെ. ഞാൻ എസ്.എൽ. പുരത്തിനോട് എന്നെ നേരിട്ട് ചോദിച്ചിട്ടില്ല എന്താ ഇതിന്റെ റോളെന്ന് ചോദിച്ചു. ഞാൻ സംഭാഷണം എഴുതിയ ജോർജാണ് അതിന്റെ ഒരു ഔട്ട്ലൈൻ തന്ന്, പിന്നെ സംഭാഷണം എഴുതിയ എസ്.എൽ. പുരമാണ്. അപ്പോ ഇതൊന്ന്. മറ്റൊന്ന് പത്മരാജന്റെ കരിയിലക്കാറ്റ് പോലെ എന്നുള്ള സിനിമയിൽ റഹ്മാന്റെ കഥ, ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം ഇതിനകത്ത് സസ്പെൻസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാലും റഹ്മാന്റെ ക്യാരക്ടർ ഒരു നിഷ്ഠൂരമായ ഒരു കോൾഡ് ബ്ലഡ് മർഡർ ഒന്നുമല്ല, ഒരു നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തിട്ട് കൂളായിട്ട് വന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക. രാത്രി ഫോൺ വരുന്നു ചേട്ടന്, ഉടനെ ഇയാൾ എഴുന്നേറ്റ് ചോദിക്കുക ആരാ തട്ടിപ്പോയത് എന്ന് ചോദിക്കുക. പത്മനാഭൻ കുറച്ച് അധികപ്പറ്റായി പോയത്. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ സിനിമ വേണമെങ്കിൽ കാണിച്ച് പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ സീനൊന്നും പറയാൻ പറ്റത്തില്ല. ആ ക്യാരക്ടറൈസ് പത്മനാഭൻ്റെ സിനിമകളിൽ ഒരിക്കലും, ഒരു തിരക്കഥയിൽ ഒരിക്കലും പറ്റാത്ത ഒരു യുക്തിഭംഗമാണ് ആ സിനിമ. ഒന്ന് സിനിമയ്ക്ക് ആവശ്യം, ഒന്നാമത്തത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത് ലോജിക്ക് തന്നെ. യുക്തിഭദ്രമായ അടിത്തറ വേണം ഒരു തിരക്കഥയ്ക്ക്. നിങ്ങൾക്കൊരു കഥ എഴുതാം, ആരും ചോദ്യം ചെയ്യില്ല യുക്തിയെക്കുറിച്ച്. പത്മരാജൻ കഥ എഴുതിയിട്ടുണ്ട്, ഓർമ്മ എന്നുള്ള കഥയുണ്ട്.
അല്ലെങ്കിൽ മറ്റേ പിന്നെ ദിവസവും മുണ്ടെടുത്തുകൊണ്ട് പോകുന്ന ആൾ ഒരു ദിവസം മുണ്ടെടുക്കാതെ പോയപ്പോഴത്തേക്കും ആളുകളെല്ലാം അതിശയത്തോടെ നോക്കി. പക്ഷെ പിന്നീട് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കഥയുണ്ട്. അല്ല, അതേ ചന്ദ്രൻ എന്നുള്ള വേറൊരു കഥയുണ്ട്. അതിനകത്തൊന്നും യുക്തിയുടെ അംശമില്ല, പക്ഷേ കഥ എന്നുള്ള രീതിയിൽ നമ്മളത് ആസ്വദിക്കും. നിങ്ങളതിനെ ഒരു സിനിമയാക്കുമ്പോൾ അങ്ങനെയാണോ ആക്കേണ്ടത്? അതാണ് അവിടെ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കഥ ആസ്വദിക്കുന്ന പോലെയല്ല നിങ്ങൾ തിയേറ്ററിലിരുന്ന് ഒരു വലിയ മാസിൻ്റെ അടുത്തിരുന്ന് നിങ്ങൾ ഒരു സിനിമ ആസ്വദിക്കും. സിനിമ ആസ്വദിക്കുമ്പോൾ അതിനകത്ത് കുറേ പാട്ടുകളുണ്ട്, ഉഗ്രൻ ക്യാമറ വർക്കാണ്, നല്ല എഡിറ്റിംഗ് പോയിന്റ്സ് ഉണ്ട്, ചിലപ്പോൾ പെർഫോമൻസ് നന്നായിരിക്കും. എന്നെ ഇതുകൊണ്ടൊന്നും വീഴുന്ന ആളല്ല. ആ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന അല്ല എങ്കിൽ അതിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നത്. ആ ക്യാരക്ടറിന് നിങ്ങൾക്ക് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാവാം, വളരെ റൗണ്ട് ആയിട്ടുള്ള ക്യാരക്ടറാവാം, ഡൈനാമിക് ആയിട്ടുള്ള ക്യാരക്ടറാവാം. റൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരാളുടെ സ്വഭാവത്തിൽ അതിൻ്റെ ഒരുപാട് പിന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആ ക്യാരക്ടറിന് ഭാവപരിണാമങ്ങൾ സംഭവിക്കുന്നതിനാണ് റൗണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. മറ്റേ അങ്ങനെയല്ല. ഫ്ലാറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്ന മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിന് ഒരേ ഒരു സ്വഭാവമുള്ളൂ. അതാണ്. അപ്പൊ റൗണ്ട് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് വായന വേണം. എനിക്കറിയില്ല ഇപ്പോഴത്തെ തിരക്കഥാകൃത്തുക്കൾ എത്ര പേര് വായിക്കുന്നുണ്ട്, ഒരു സാഹിത്യം വായിക്കുന്നുണ്ട്, ശ്രേഷ്ഠ സാഹിത്യം അല്ലെങ്കിൽ ക്ലാസിക്സ് വായിക്കുന്നുണ്ട്. എത്രയോ പേർക്ക് നിങ്ങൾക്ക് ഇയാഗോ എന്നൊരു ക്യാരക്ടറിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാം? ഇയാഗോ എന്നൊരു ഒറ്റ ക്യാരക്ടറിൽ നിന്ന്, ഒഥല്ലോയിൽ നിന്നുണ്ടാക്കാം, ഹാംലെറ്റിൽ നിന്നുണ്ടാക്കാം. ഇതിൽ നിന്ന് തന്നെ ഒരുപാട്, ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ട് നമുക്ക് ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കാം. പക്ഷേ എവിടെ വായിക്കുന്നു? സത്യജിത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വന്തമായി തിരക്കഥ ചെയ്തത്, പക്ഷെ അതെല്ലാം ബേസ് ചെയ്ത് ഒന്നുകിൽ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായുടെയോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ സുനിൽ ഗംഗോപാധ്യായുടെയോ മാണിക് ബാനർജിയുടെയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ശ്രേഷ്ഠ സാഹിത്യകാരൻ്റെ കൃതിയെ, ശങ്കറിൻ്റെയോ, കഴിഞ്ഞ ദിവസം മരിച്ച ശങ്കർ, അദ്ദേഹത്തിൻ്റെ സീമാബദ്ധ എന്നുള്ള നോവൽ, അങ്ങനെയാണ് സത്യജിത്ത് സിനിമയാക്കിയത്. നോവലിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തിനാണ് സാഹിത്യകൃതികളെ ആശ്രയിച്ചത്? കാര്യം സാഹിത്യകൃതികൾക്ക് മൂല്യം എന്ന് പറഞ്ഞൊരു കാര്യം അതിനകത്തൊരു വളരെയധികം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെയധികം ആലോചിച്ചു ഒക്കെ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിനെ പറിച്ചു നടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പണ്ടത്തെ കാലത്ത് മലയാളത്തിലെ സിനിമയ്ക്ക് തിരക്കഥ എന്ന് പറയാറുണ്ടായിരുന്നില്ല. പഴയ ഇത് കണ്ടിരുന്നു, സംഭാഷണം തോപ്പിൽ ബാസി, സംഭാഷണം എസൽപുരം. തിരക്കഥ എന്ന് പറയുന്നത് എം ടി വാസുദേവനൊക്കെ വരുമ്പോഴത്തേക്കും പതുക്കെ തിരക്കഥ എന്നുള്ള വാക്ക് കുറച്ചുകൂടെ വന്നു. എം ടി വാസുദേവനയുടെ ഒളവും തീരവും, ഇരുട്ടിന്റെ ആത്മാവ്, പിന്നെ ഒളവും തീരവും വന്നപ്പോൾ പെർഫെക്റ്റായി. അതങ്ങോട്ട് പിന്നെ യാതൊരു പ്രശ്നമില്ല. എം ടിയുടെ ഒരു തിരക്കഥയും ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാമെന്നുള്ള രീതിയിലോട്ട് മാറി.